PC ജോർജും ഷോൺ ജോർജും തോൽവി മനസ്സിലായപ്പോൾ തോന്നിയത് പറയുകയാണെന്ന് ഫ്രാൻസിസ് ജോർജ് MP ബിഗ് ടിവിയോട്. BJPക്കും ഇത് തന്നെയാണോ നിലപാടെന്ന് അറിയണം. ഭയപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ നടക്കില്ല. പുതിയ നിയമം തോന്നിയതുപോലെ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രതികരണം ആദ്യം കേൾക്കാം. പരാജയ ഭീതി എന്നുള്ള ഒറ്റ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളുടെയോ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ. അവരുടെ നിലപാടിനോട് BJP എന്ന പാർട്ടിയുടെ നിലപാടെന്താണ്? BJP എന്ന പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ട്. അവരുടെ പ്രസ്താവനയും ഈ പറയുന്ന കാര്യങ്ങളും BJP എന്നുള്ള പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് രാജീവ് ചന്ദ്രശേഖർ മുതലുള്ളവർക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. FCRA ബിൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്താനും നിങ്ങളുടെ ഈ കാണാവുന്ന ആസ്തികളൊക്കെ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ പിടിച്ചെടുക്കും, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വഴിയിൽ നിന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള വകുപ്പാണിത്. റാഫി കരീം നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതം റാഫി കരീം. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP തുറന്നടിക്കുകയാണ്. PC ജോർജിനും ഷോൺ ജോർജിനും പാലായും പൂഞ്ഞാറും പോയെന്ന് മനസ്സിലായപ്പോൾ ബിഷപ്പിനെതിരെ അടക്കം വിളിച്ചു പറയുകയാണ്. അത് BJPയുടെ നിലപാടാണോ? വ്യക്തമാക്കണം. എന്താണ് FCRA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തുറന്നടിക്കുകയല്ലേ ഫ്രാൻസിസ് ജോർജ്? സുപ്രഭാതം സുജിയ പാർവതി. തീർച്ചയായും ശക്തമായ ഭാഷയിലാണ് ഫ്രാൻസിസ് ജോർജ് MP ഈ നിലയിൽ പ്രതികരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിസ് ജോർജ് പറയുന്നത് പൂഞ്ഞാറിലെയും പാലായിലെയും തോൽവി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് PC ജോർജും മകൻ ഷോൺ ജോർജും ഈ നിലയിൽ സഭാ നേതൃത്വങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ദീപിക പത്രത്തിനെതിരെയുമുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം നിന്നില്ല എന്നുള്ള തിരിച്ചറിവിന് പിന്നാലെയാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയായ രൂക്ഷമായ ഭാഷയിലുള്ള അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ FCRAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് FCRA ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വങ്ങളുടെ ആശങ്ക, അതിന് കാര്യമുണ്ട്. ആ ആശങ്കയുടെ പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ FCRA ബില്ല് വരുമ്പോൾ സഭാ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കൾ അത് ഒരു നിയമവും മറ്റൊരു കാര്യങ്ങളും പരിഗണിക്കാതെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഷോൺ ജോർജ് നടത്തിയൊരു പ്രതികരണം ഉണ്ടായിരുന്നു. FCRA ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിവാദ ഭേദഗതികൾ അത് UPA സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ നിന്നുള്ള UDF LDF MP-മാരെല്ലാവരും തന്നെ നിശബ്ദത പാലിച്ചു. അതാണ് ഈ നിയമം ഇത്തരത്തിൽ ശക്തമാകാൻ കാരണമെന്നുള്ളതായിരുന്നു ഷോൺ ജോർജ് പറഞ്ഞത്. എന്നാൽ അത് ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. അത്തരമുള്ള ഷോൺ ജോർജിൻ്റെ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഫ്രാൻസിസ് ജോർജ്. 2010 നിയമ ഭേദഗതി അതൊരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ്. അത് കൃത്യമായ മുന്നോട്ട് പോകുന്നൊരു നിയമ ഭേദഗതിയാണ്. അത് ന്യൂനപക്ഷ നേതൃത്വങ്ങൾ എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷേ നിലവിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി അത് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അത് പ്രത്യേകമായി ഈ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ ഭീഷണിപ്പെടുത്തി അവർ ചൊൽപ്പടിക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ശക്തമായ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നിലവിലെ MP-മാർ തന്നെ വ്യക്തമാക്കുന്നത്.